2024 ജൂലൈ 1 മുതൽ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിൽ നിർണായകമായ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരികയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നീ പേരുകളിലായി പുനർനാമകരണം ചെയ്യുകയാണ് നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ അതിൻ്റെ ക്രമനമ്പറുകൾ മാറ്റുകയും അതിൻ്റെ പേരുകൾ മാറ്റുകയും അതിൻ്റെ ചട്ടങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമങ്ങളിൽ കാലാതീതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്, അത്യാവശ്യവുമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം ഒരു നൂറ്റാണ്ടിലധികം കാലം നിന്നുകൊണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വ്യവസ്ഥയുടെ പല ചിന്തകളും അഭിപ്രായങ്ങളുമൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിൽ ഉണ്ടായിട്ടു. അത്തരം നിയമങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. അത് പരിഷ്കരിച്ചു വരാറുണ്ട്. പാർലമെൻറ്റിൽ നിയമം പാസാക്കിക്കൊണ്ട് ഭേദഗതികൾ എല്ലാം കൊണ്ടുവരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പരിഷ്കരണങ്ങൾ വ്യാപകമായ രൂപത്തിൽ വിമർശിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേവലം ഒരു പേരുമാറ്റം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളിലുണ്ടായിരുന്ന പേരുകൾ മാറ്റി അതിനെ ഇന്ത്യനൈസ് ചെയ്യുക, ഭാരതീയമാക്കുക എന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള ധാരണയിൽ അതുകൊണ്ട് കാര്യമായ തകരാറൊന്നുമില്ല എന്ന രൂപത്തിൽ ഈ ചർച്ചയെ വഴിമാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയതാണെങ്കിലും ആവശ്യമായ ചർച്ചകളോ വേണ്ടത്ര സംവാദങ്ങളോ ജനങ്ങളുമായി ആശയവിനിമയങ്ങളോ നടത്താതെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് സത്യമാണ്. പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത രൂപത്തിൽ 150ഓളം അംഗങ്ങളെ പാർലമെൻറ്റുകളിൽ നിന്ന് ചട്ടരഹിതമായി പുറത്താക്കിയ ശേഷം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെയാണ് സത്യത്തിൽ ഇന്ത്യൻ ക്രിമിനൽ നിയമ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ ഒരു ബില്ല് പാസാക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മുഴുവനായി റെപ്രസെൻ്റ് ചെയ്യുന്ന ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങളോ പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലുകളോ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ അഭിപ്രായങ്ങളോ ഒന്നും രേഖപ്പെടുത്താതെയാണ് ഈ ഒരു നിയമം പാസാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ വിഷയം ജനകീയമായ ചർച്ചയ്ക്കും സംവാദത്തിനും അത്യാവശ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1973 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയ വകുപ്പുകൾ പരിഷ്കരിച്ചുകൊണ്ട് ഭാരതീയമായ പേരുകൾ അതിൽ ചേർത്തുകൊണ്ടാണ് ഈ പരിഷ്കരണം വന്നിട്ടുണ്ട്. എന്നാൽ കേവലം പേരുമാറ്റത്തിലപ്പുറം ഒരുപാട് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പുതിയ പരിഷ്കരണങ്ങളിലുണ്ട് എന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായ ഒരു പ്രശ്നം നമ്മുടെ ഇന്ത്യൻ നീതിന്യായ നിർവഹണ സംവിധാനം ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന്
ഒരു അർദ്ധരാത്രി മുതൽ ഈ നിയമം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ വേണ്ടത്ര അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നിലവിലുള്ള നീതിന്യായ സംവിധാനത്തെ പൊളിച്ചു കളയുക അല്ലെങ്കിൽ പൊളിച്ചു പണിയുക എന്നതിലപ്പുറം വേണ്ടത് പടിപടിയായ പരിഷ്കരണങ്ങളാണ് ഈ രംഗത്ത് വേണ്ടത് എന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് FIR ഇടുന്നത് മുതൽ പ്രതിയെ റിമാൻഡിൽ വെക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും കീഴ്ക്കോടതിയിൽ അതിന് വിധി വരികയും പിന്നീട് മുകളിലേക്ക് ജില്ലാ കോടതിയിലേക്കും ഹൈക്കോടതിയിലും വഴി സുപ്രീം കോടതി വരെ നടക്കുന്ന നിയമപ്രശ്നങ്ങൾക്ക് ഏതാണ്ട് 20 മുതൽ 30 വർഷം വരെ കാലാവധിയാണ് ശരാശരിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഒരു ദീർഘമായ ഒരു പ്രൊസീജിയറിലൂടെ വാദവും പ്രതിവാദവും സാക്ഷിവിസ്താരവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 10-25 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന പുതിയ പരിഷ്കരണത്തിൽ അതിൻ്റെ ക്രമനമ്പറുകൾ മാറ്റുക മുതൽ പേരുകൾ മാറ്റുക മുതൽ ആശയത്തിൽ മാറ്റുന്നത് വരെ ജഡ്ജിമാർക്കും പ്രോസിക്യൂട്ടർമാർക്കും ഡിഫൻസ് അഭിഭാഷകർക്കും മാത്രമല്ല ഇത് എൻറോൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ 2 നിയമങ്ങൾ ഒരേ സമയം നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളാണ് കാര്യമായി വിലയിരുത്തപ്പെടുന്നത്. പലപ്പോഴും ഈ നമ്പർ മാറ്റം വെറുമൊരു നമ്പറല്ലേ എന്ന് ചോദിക്കാറുണ്ട് പലരും. എന്നാൽ നമ്മുടെ ഇപ്പോൾ പറയുന്ന പരിഷ്കരിച്ച നിയമങ്ങളിൽ 95% നിയമങ്ങളുടെ നമ്പറുകൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതാകട്ടെ പോലീസ് സ്റ്റേഷനുകളിലെ FIR ഇടുന്നത് മുതൽ പിന്നീടുള്ള മുഴുവൻ പ്രോസസ്സുകളെയും പ്രതികൂലമായി ബാധിക്കും. കാരണം പഴയ നമ്പർ ഇടണോ പുതിയ നമ്പർ ഇടണോ, പുതിയ നമ്പറിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ നമ്പറിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇത് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ജഡ്ജിമാരോ പ്രോസിക്യൂട്ടർമാരോ കോടതികളോ ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന 10,000-കണക്കിന് കേസുകളുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ നമ്പർ മാറ്റവും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ നിയമപരിഷ്കരണത്തിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് ചില മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. ഇതുവരെ നാം ഇന്ത്യൻ പിനൽ കോഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. രാജ്യദ്രോഹ കുറ്റം എന്ന് വിളിച്ചിരുന്ന 124 എടുത്തു കളഞ്ഞതാണ് ഒരു വലിയ കാര്യമായി സഭയിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചത്. എന്നാൽ ഇപ്പോഴുള്ള പരിഷ്കരിച്ച നിയമത്തിൽ BMS 152, 226 വകുപ്പ് പ്രകാരം ഏതൊരു ചെറിയ സമരത്തെയും ഒരു സത്യാഗ്രഹത്തെയും ഗുരുതരമായ രാജ്യദ്രോഹമടക്കമുള്ള ഒരു കുറ്റകൃത്യമായി ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയായി വിശദീകരിക്കപ്പെടുന്നത്. അതാകട്ടെ 182 വകുപ്പിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന എന്നുള്ള വളരെ വ്യാപ്തിയുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാകട്ടെ അത് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്കനുസരിച്ച് മാറ്റാവുന്നതുമാണ്. ഒരു വഴിതടയൽ സമരത്തെപ്പോലും രാജ്യദ്രോഹമാക്കി മാറ്റാനും പഴയ നിയമങ്ങളിലുണ്ടായിരുന്ന UAPA പോലെയുള്ള കരിനിയമങ്ങളേക്കാൾ ശക്തമായ തീവ്രമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മുമ്പ് പോലീസ് സേനയിലെ
ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥർക്ക് SP ലെവലിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പരിഷ്കരിച്ച നിയമപ്രകാരം ഒരു പോലീസ് സ്റ്റേഷനിലെ SHO പദവിയിലുള്ള ഒരു പോലീസ് ഓഫീസർക്ക്, ഒരു പോലീസുകാരന് ഈ നിയമം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നതുകൊണ്ട് തന്നെ അതിൽ ദുരുപയോഗം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമപരിഷ്കരണത്തിലൂടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും എതിർക്കുന്നവരെ, സത്യാഗ്രഹം നടത്തുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ള ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഇന്ത്യയിലെ പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള വകുപ്പ് തന്നെ പര്യാപ്തമാണ് എന്ന സാഹചര്യത്തിൽ എന്തിനാണ് പുതിയൊരു നിർവചനത്തിലൂടെ ഈ വിഷയത്തെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നതിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിട്ടില്ല എന്നതുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഏതൊരു നിയമത്തിനും പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഒരു നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നിയമത്തിന് തീർച്ചയായും മാനുഷികമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെയുള്ള പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടത് അത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. പ്രായോഗികമായി കുറേ കൂടി എളുപ്പമാക്കിക്കൊണ്ട് ഈ നമ്പറിൻ്റെ രംഗത്ത് അനാവശ്യമായ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കിയാൽ പഴയ നമ്പറുകളിലേക്ക് തന്നെ തിരിച്ചു പോവുകയോ പുതിയ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ആ നമ്പറുകൾ ഇല്ലാതാക്കുകയോ ചെയ്താൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഒരു വലിയ നിയമ സങ്കീർണതയായി മാറ്റേണ്ടതില്ല എന്നതു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം നിയമവിദഗ്ധരും പ്രതിപക്ഷത്തെ പാർലമെൻറ്റ് അംഗങ്ങളും റിട്ടയർഡ് ജഡ്ജിമാരുമൊക്കെ ആവശ്യപ്പെടുന്നത് ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും ആവശ്യമായ പരിഷ്കരണങ്ങളും ആവശ്യമായ സംവാദങ്ങളിലൂടെ, അഭിപ്രായ സ്വരൂപണങ്ങളിലൂടെ പരിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സൂചിപ്പിക്കുന്നത്. ഈ നിയമഭേദഗതി, നിയമപരിഷ്കരണം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ദുരുപയോഗപ്പെടുത്താനുള്ള മുഴുവൻ സാധ്യതകളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പരിഷ്കരണമാണ് നാടിന് നല്ലത്, നാട്ടാർക്ക് നല്ലത്, ജനങ്ങൾക്കും നിയമ സംവിധാനത്തിനും നല്ലത് എന്നുകൂടി കൂട്ടി വായിക്കുക.